നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഒഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. എന്നാലും പ്രാഥമിക നിഗമനത്തിൽ സ്വാഭാവിക മരണമെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി എന്തായിരിക്കും ഗോപൻ സ്വാമിയുടെ സമാധിക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കേരളം ഇപ്പോഴേ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും അച്ഛന്റെ മൃതദേഹം അവിടെ നിന്ന് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ ചങ്കുപൊട്ടിയാണ് മക്കൾ സ്വാമികൾ. ഇപ്പോൾ നിലവിലുള്ളത് നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് സമാധിയിലൂടെ അടക്കം ചെയ്യും. മഹാസംഭവമാക്കാൻ ആചാര്യന്മാർ ഇന്ന് നെയ്യാറ്റിൻകരയിലെത്തും. അയൽക്കാരൻ ചെയ്തത് അദ്ദേഹത്തിന് തന്നെ പാരയാകുമോ എന്നുള്ളതാണ് ചോദ്യം. മക്കൾ പറയുന്നത് പോലെ ഗോപൻ സ്വാമിയുടെ മക്കളെ കൊടുക്കാൻ നോക്കിയവർ അവർക്ക് തന്നെ പാരയാകുന്നു. ആരാരും അറിയാതിരുന്ന ഗോപൻ സ്വാമി ലോക പ്രശസ്തനായിരിക്കുകയാണ്. ഇനി ഈ സ്ഥലം വച്ചടി കയറ്റമായിരിക്കും. വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയേറെ മാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റിക്കഴിഞ്ഞു. ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് മഹാസമാധിയിലൂടെ അടക്കം ചെയ്യാൻ പോവുകയാണ്. മഹാസമാധിയിൽ സന്യാസിമാരടക്കം പങ്കെടുക്കും. വൈകിട്ട് 3-നും 4-നും ഇടയിലായിരിക്കും ചടങ്ങുകൾ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. ഏത് പരിശോധനാ ഫലവും പുറത്തു വരട്ടെ എന്നാണ് സനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ്. ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു. അതിൽ എനിക്കും കുടുംബത്തിനും നല്ല വിഷമമുണ്ട്. ഞങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണെന്നാണ് സനന്ദൻ പറഞ്ഞിരിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറയിൽ നിറച്ചത് 3 ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവുമാണ്. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ കണ്ടെത്താൻ ഇന്നലത്തെ പരിശോധനയിൽ സാധിച്ചിട്ടില്ല. സമാധി പൊളിച്ചു പുറത്തെടുത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ പുറമെ മുറിവുകളോ പരിക്കുകളോ ഇല്ല. വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിലും കണ്ടെത്തിയാൽ സംഭവം കൊലപാതക കേസായി മാറും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. ആന്തരാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധന ഫലം ലഭിക്കുമെന്നാണ് സൂചന. ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ ഗോപൻ സ്വാമിയെ ജീവനോടെ സംസ്കരിച്ചെന്ന സംശയവും ബലപ്പെടും. മരണസമയത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതും കേസിൽ നിർണായകമാണ്. പോലീസ് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല. ദുരൂഹത നീങ്ങാൻ 3 റിപ്പോർട്ടുകൾ കൂടി ലഭിക്കണമെന്നാണ് പോലീസ് നിലപാട്. ഫോറൻസിക്, രാസപരിശോധന, ഹിസ്റ്റോ പാത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് ഇനി കിട്ടാനുള്ളത്. ഭാര്യയുടെയും മകന്റെയും മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. മക്കളുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും. ഒരാൾക്ക് ഇരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ല് കെട്ടിയുള്ള അറ, ഇതിന്റെ മുൻവശവും മുകളിലത്തെ മൂടിയും മാത്രമാണ് ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയ ശേഷം സിമന്റ് കൊണ്ട് അടച്ചത്. ഇതിനകത്ത് പത്മാസനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദേഹമാകെ തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. 3 അടിയോളം വീതിയും 4 അടിയോളം പൊക്കവുമുള്ള അറയിൽ ഗോപൻ സ്വാമി ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തുന്നത്. ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു. ആദ്യം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചെങ്കിലും ശരീരം കൂടുതൽ ജീർണാവസ്ഥയിലാകാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന ഫോറൻസിക് സർജൻമാർ പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. വിശദ പരിശോധന അനിവാര്യമായതുകൊണ്ടായിരുന്നു ഇത്. ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിംസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറൻസിക് സംഘവും പോലീസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങളും ചർച്ച ചെയ്തു. ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്നലെ തന്നെ കുടുംബത്തിന് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും നെയ്യാറ്റിൻകര SHO SB പ്രവീൺ പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് അറിയിച്ചു. രാസപരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം കൃത്യമായി പറയാൻ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തലയിൽ കണ്ട കരിവാളിച്ച പാടുകൾ പരിക്കാണെന്ന് വിശദമായി പരിശോധിക്കും. അതേസമയം കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചു. മൃതദേഹത്തിൽ മറ്റു ക്ഷതങ്ങളോ മുറിവുകളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഈ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. സമാധി അറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നത് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും സബ് കളക്ടർ പറഞ്ഞു. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീട്ടുകാരുമായി താനും ഡിവൈഎസ്പിയും സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നിയമപരമായി പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്നും സബ് കളക്ടർ പറഞ്ഞു.
ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തിയ ശേഷം പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത്. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരുന്നിരുന്നത്. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരം അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തിതറച്ച നിലയിലായിരുന്നു. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകി തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്. ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും VSDP നേതാവ് ചന്ദ്രശേഖരനും പറഞ്ഞിട്ടുണ്ട്. കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തുന്നത്. ഇവരോട് വിരോധമുള്ള ആളാണ് പരാതി നൽകിയത്. ഇവർ അവരുടെ ബന്ധുവൊന്നുമല്ല, തിടുക്കം കാണിക്കേണ്ടിയിരുന്നില്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഏതായാലും ഇന്ന് 3 മുതൽ 4 വരെയാണ് സമാധിയുടെ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘങ്ങൾ, അതായത് ഈ സന്യാസിമാർ തന്നെയാണ് നെയ്യാറ്റിൻകരയിലേക്ക് എത്താൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു സമാധിയാകുന്ന ഒരു സ്ഥലത്ത്, ഈ ഒരു നെയ്യാറ്റിൻകരയിലെ ഒരു സ്ഥലത്ത് എന്തായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇനി കേരളം കാണേണ്ടത്.